ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യയ്ക്ക് ഭയങ്കര ആഗ്രഹം അലീനയുടെ കൂടെ പോകാനായിട്ട്. അപ്പോൾ സ്നേഹനികേതനം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ നിന്നെ ഞാൻ കൊണ്ടുപോയേനേന്ന് അലീന ഇങ്ങനെ പറയാ കൊച്ചിനോട്. അപ്പോൾ നിനക്ക് എങ്ങനെ എൻ്റെ കൂടെ വരാൻ പറ്റും? നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയില്ലെന്ന് ചോദിക്കുമ്പോൾ അതേ ചേച്ചി പ്രശ്നം, പക്ഷെ ഞാൻ വരും ചേച്ചിയുടെ കൂടെ ഒരു ദിവസം എന്ന് ശരണ്യ പറയുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. കട്ടനേ ഉള്ളൂ കേട്ടോ, പാല് തീർന്നു എന്നും പറഞ്ഞു. സാരമില്ല എന്ന് പറയും. ഇപ്പോൾ പെണ്ണ് മടിയിലായ കിടപ്പോൾ കൊച്ചുകുട്ടിയാണെന്ന വിചാരം കുടിക്കുന്നൊക്കെ പറഞ്ഞ അലീനയോട് ഇങ്ങനെ പറയാം അമ്മ. അപ്പോൾ അവളുടെ ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ലേ എന്ന് ചോദിച്ചു ആ ചേച്ചി എന്നിട്ട് ചായയും കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയും അതുപോലെ ശരണ്യയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കുക. അപ്പോൾ അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അലീനയെ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കുക കേട്ടോ നമ്മുടെ ശരണ്യ. അലീനയെ കണ്ടിട്ട് അതിനെ കൊതി തീരുന്നില്ല. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അതിങ്ങനെ അലീന ചായ കുടിക്കുന്ന പോലെ എന്നെ ചായ കുടിക്കുന്നു. മനു പുറത്തിരുന്ന് ചായ കുടിക്കുന്നു. അപ്പോഴേക്കും എന്തോ ഒരു പലഹാരമായിട്ട് അനിയൻ കൊച്ച് വന്നു. അത് നല്ലതായിട്ടാണ് കഴിക്കുന്നു പറഞ്ഞു. അപ്പോൾ വേണ്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു മനു. അപ്പോൾ അലീനയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. എവിടെ ഇരുന്ന് ബോറടിച്ചല്ലേ മനു ഏട്ടാന്ന് ചോദിക്കുമ്പം ഞാൻ ചുമ്മാ ഫോണൊക്കെ നോക്കിയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാവെന്ന് പറഞ്ഞു. അപ്പോൾ പോവുകയാണോ എന്ന് അലീനയോട് ചോദിച്ച ചേട്ടൻ, അതായത് ശരണ്യയുടെ അച്ഛൻ. ഇവൾക്കിപ്പോൾ സമാധാനമായി, ഭക്ഷണവും കഴിച്ചു, ഇനി 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അലീന. ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോന്നേ എന്ന് അച്ഛൻ പറയുക കേട്ടോ. ഞങ്ങൾ പറഞ്ഞാലേ അവളൊന്നും കേൾക്കത്തില്ല. ഓരോ ദിവസം ഓരോ കൂട്ടർ വരും. പലർക്കും പല അഭിപ്രായങ്ങളാണെന്ന കാര്യം അച്ഛൻ പറയാം. അപ്പോൾ എന്താ അവരൊക്കെ പറയുന്നേ? ഒരു കൂട്ടർ പറയും ഇനി പഠിക്കാൻ വിടണ്ട, ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ജോലി കിട്ടിയാൽ അതുകൊണ്ട് ജീവിച്ചു പോകുക. വേറൊരു കൂട്ടർ പറയുന്നു എല്ലാം വിറ്റുപറക്കി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ. മൂന്നാമതൊരു പാർട്ടി ഫണ്ട് പിരിക്കാനാണെന്നും പറഞ്ഞ് നടക്കുന്നു. ഞങ്ങൾ എന്നതാ ചെയ്യണ്ടേ? ഇവളാണെങ്കിൽ അലീന ചേച്ചിയോട് ചോദിക്കാതെ ഒന്നും സമ്മതിക്കുന്നുമില്ല എന്ന് ആ അച്ഛൻ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന +2 പരീക്ഷ എഴുതാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇവള്. ആ യോഗ്യത വെച്ച് സർക്കാരിൽ നിന്ന് എന്ത് ജോലി കിട്ടും ഇവൾക്ക് എന്ന് അലീന അച്ഛനോട് ചോദിക്കുക. പഠിക്കാൻ സാമർഥ്യമുള്ള കുട്ടിയല്ലേ അവള്, പഠിക്കട്ടെ എന്ന് അലീന പറഞ്ഞു. ഇനി പഠിക്കാൻ വിടണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പം അലീന അന്തം വിട്ടിങ്ങനെ നോക്കുക. പഠിക്കാനായിരുന്നു ഉത്സാഹമെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ശരണ്യയ്ക്ക് വിഷമായി. ഇനി ഇവള് പഠിക്കാൻ പോയാൽ നാട്ടുകാരും കൂട്ടുകാരും ഓരോന്നും പറയും എന്നും അച്ഛൻ പറയുന്നു. ഇതൊക്കെ ഇപ്പം എന്നോട് പറയാൻ എന്താ കാരണം? അപ്പം നീ പറഞ്ഞാലേ അവൾ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് നീ തന്നെ പറ അവളോട് എന്നാ ചെയ്യണമെന്ന്, നീ തന്നെ പറയാം. അപ്പം ഈ ഫണ്ട് പിരിവിനൊന്നും പോകണ്ടെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. ആ പൈസയൊന്നും നമ്മുടെ കയ്യിലോട്ട് വരത്തില്ല, പല വഴിക്ക് ചോർന്നു പോകത്തേ ഉള്ളൂ. അവസാനം എന്തെങ്കിലും നക്കാപ്പിച്ച് നമുക്ക് തരും. അതവർ വലിയ സംഭവമാക്കി വിളംബരം ചെയ്യുകയും ചെയ്യും. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഔദാര്യം നിനക്ക് വേണോ മോളെ? അങ്ങനത്തെ നാണം കെട്ട പണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ചേച്ചി, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ശരണ്യ. അന്നേരം പിന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടുമെന്ന് തീർപ്പില്ലാത്ത ജോലി, അത് കിട്ടിയാൽ തന്നെ അതിൻ്റെ പിന്നിലൊരു ലേബൽ ഉണ്ടാകുന്നു, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് സർക്കാർ സൗജന്യമായി നൽകിയ ജോലിയെന്ന് അലീന പറയുന്നിട്ട് മനു അന്താളിച്ചിങ്ങനെ നിൽക്കുക. 4 ഇരുമ്പ് കാലും 4 തകര ഷീറ്റും വെച്ച് മേൽക്കൂര ഉണ്ടാക്കി വെച്ച് MPയുടെയോ MLAയുടെയോ ഫണ്ടിൽ 25 ലക്ഷം മുടക്കി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം എന്നൊക്കെ കേൾക്കാറില്ലേ, അതുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സമ്മതിച്ചു. ഇങ്ങനെയൊന്നും അല്ലാതെ വേറെ എന്നാ ചെയ്യുമെന്ന് കൂടി പറയുകയാണ് അദ്ദേഹം. ഇവള് പഠിക്കട്ടെ അച്ഛാ, +2 പരീക്ഷ എഴുതട്ടെ, ഇവൾക്ക് പഠിക്കാനുള്ള സമാധാനം കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ പഠിക്കട്ടെ. അവൾക്ക് മെഡിസിന് ചേരാനായിരുന്നു താല്പര്യം. അതിനുള്ള മിടുക്കും അല്ലെങ്കിൽ ബുദ്ധിസാമർഥ്യവും ഒക്കെ അവൾക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പഠിക്കണമെങ്കിൽ എന്തുമാത്രം രൂപ ചിലവാകുമെന്ന് അച്ഛൻ ചോദിക്കുക. അത് കേട്ടപ്പോൾ ശരണ്യയുടെ പഠിപ്പിൻ്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട എന്ന് അലീന പറയാം. അത് ഞാൻ നോക്കിക്കോളാമെന്നും അലീന പറയുന്നു. അത് കേട്ട് ഇവരെല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. നോക്കിക്കോളാം എന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ? നീ തന്നെ ഒരു വീട്ടിലെ വേലക്കാരിയല്ലേ, നിന്നെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അലീനയാണെങ്കിൽ ശരണ്യെ ചേർത്ത് അങ്ങ് പിടിച്ചിട്ട് ഇവൾക്ക് പഠിച്ചൊരു ഡോക്ടർ ആവാനുള്ള കഴിവും അംബീഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട്ടിൽ നിന്ന് ഒരു ഡോക്ടർ ഉണ്ടാവുക തന്നെ ചെയ്യും, എന്നെ കൊണ്ട് അതിന് പറ്റും എന്നും അലീന പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫണ്ട് പിരിവിന് സർക്കാർ ജോലിക്ക് ഒന്നും വേണ്ടി ഇറങ്ങി തിരിക്കേണ്ടെന്നാണോ ചോദിക്കുമ്പം ഇവൾക്കതിൻ്റെ ആവശ്യമില്ല, ഇവൾ അഭിമാനത്തോടെ ജീവിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ കാലത്തും അഭിമാനത്തോടെ മാത്രം കാണാനും ഓർക്കാനും സാധിക്കുന്ന ഒരു ഉയർച്ച ഇവൾക്ക് ഉണ്ടാവട്ടെ എന്നും അലീന ഇങ്ങനെ പറയുന്നു. ആ അച്ഛനും ചേട്ടന്മാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നീ ധൈര്യമായിട്ടിരുന്നാൽ മതി മോളെ, ഞാനുണ്ട് നിൻ്റെ കൂടെ കേട്ടോ. മനു അന്തം വിട്ടിങ്ങനെ നോക്കുക അന്നേരം അലീനെ. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ യാത്ര പറഞ്ഞ് അവർ പോയി. അവിടെ നിന്നവരൊക്കെ ഇങ്ങനെ
ശരണ്യെ നോക്കുക. ശരണ്യ ഭയങ്കര പ്രതീക്ഷയോടെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം പിന്നെ ആ ഷാജിച്ചേട്ടൻ്റെ വീട്ടിലേക്കാട്ടോ ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. ആ ചേട്ടൻ വന്ന് ഓട്ടോയിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടത്, അതായത് മനുവിനെയും അലീനയും. അവരെ കണ്ടപ്പം ഷാജിച്ചേട്ടൻ അന്നും വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചു. അല്ല, ടൗണിൽ വന്നപ്പോൾ കോളനിയിലേക്ക് ഒരു ഓട്ടം കിട്ടി, അതുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. മനുവേട്ടാ, ഇതാണ് ഷാജിച്ചേട്ടനെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. മനു കൈ കൊടുത്തു, ഷാജിച്ചേട്ടനും കൈ കൊടുത്തു. മനു ബാലേന്ദ്ര മേനോൻ്റെ റിലേറ്റീവ് ആണെന്ന് മനു പറയാം കേട്ടോ. അപ്പോൾ ദേ ഷാജിച്ചേട്ടൻ എങ്ങനെ നോക്കുക. ഇപ്പോൾ കാറിലൊക്കെ ആണല്ലേ യാത്ര, എന്നോട് പറഞ്ഞത് അവിടുത്തെ വീട്ടു ജോലിക്കാരിയാണെന്നല്ലേ എന്ന് ചോദിക്കുക അദ്ദേഹം. അപ്പം നിങ്ങളെന്ന് ഇവളോട് ദേഷ്യപ്പെട്ടില്ലേ, ഇവൾക്ക് അപ്പം തന്നെ ശരണ്യെ കാണണം, അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയാൻ മനു. അപ്പം ഞാൻ ദേഷ്യപ്പെട്ടതല്ല, കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ആ പെങ്കൊച്ച് അവിടെ കിടന്ന് വിഷമിക്കാം, അതിനെ എല്ലാവരും കൊത്തിപ്പറിക്കല്ലേ മൊഴി മാറ്റിയെന്നും പറഞ്ഞ് അതിന് കാരണക്കാരി ആരാ? അതെ ഇവളല്ലേ. കാര്യം കഴിഞ്ഞപ്പം ഇവളെ ഇങ്ങോട്ട് കാണാനുമില്ല, അതിൻ്റെ കരച്ചിൽ കണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞതെന്ന് പറയുമ്പം, ഷാജിച്ചേട്ടാ ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല, ലാസ്റ്റ് വന്നപ്പോൾ എന്നെ വീട്ടിൽ കയറ്റിയില്ല, ഇനി ഈ കോളനിയിലോട്ട് വരരുതെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയാ എന്നെ ഇവിടുന്ന് തിരിച്ചയച്ചതെന്ന് പറഞ്ഞു. അപ്പം എന്നതായാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ എന്ന് ഷാജിച്ചേട്ടൻ ചോദിച്ചു. അന്നേരം ഷാജിച്ചേട്ടാ, ശരണ്യ കോടതിയിൽ സത്യം പറഞ്ഞത് ഒരു വലിയ തെറ്റായിട്ടാണോ നിങ്ങളെല്ലാവരും കാണുന്നതെന്ന് ചോദിക്കുമ്പം അത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും എനിക്കറിയാൻ മേല. നിന്നെ ഓർത്തിട്ടാണ് അവൾ കോടതിയിൽ പോയി മൊഴി മാറ്റി പറഞ്ഞത്, അതെനിക്കറിയാം എന്ന് ഷാജിച്ചേട്ടൻ പറയുമ്പം ഷാജിച്ചേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് 2 തവണ ഓട്ടോ ചാർജ് വാങ്ങിയില്ല, ഞാൻ തന്നപ്പം അത് പിന്നെ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഓട്ടം വന്നപ്പോഴൊക്കെ മറ്റുള്ളവർ വാങ്ങുന്നതിൻ്റെ പകുതി ചാർജേ വാങ്ങിച്ചുള്ളൂ. അതെന്തുകൊണ്ടാ? ഞാൻ കൊഞ്ചി പറഞ്ഞിട്ടാണോ ആ ഇളവ് എനിക്ക് തന്നത്? അത് പിന്നെ നീ ജോലി ചെയ്യുന്ന കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ടാ. അപ്പം ശരണ്യയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാ. ഞാൻ അവളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ സത്യം പറയാനുള്ള ധൈര്യം അവൾക്ക് കിട്ടി. അതൊരു കുറ്റമാണോ ഷാജിച്ചേട്ടാ? ഞാൻ മുഖത്ത് നോക്കി ഉള്ള കാര്യം പറയാലീനെ, എൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് ഷാജിച്ചേട്ടൻ പറയണു. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു നടക്കണത് നീ ശരണ്യെ വശത്താക്കി ആ ചെറുക്കനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണെന്ന് ഇങ്ങനെ പറയണു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമം. കേൾക്കുമ്പോൾ നമുക്കും ശരിയാണെന്ന് തോന്നും. കാരണം ആ വീട്ടിലുള്ള ആളാണ് നീ. അപ്പോൾ അവിടുത്തെ പയ്യനെയാണ് കോടതി വെറുതെ വിട്ടതെന്ന്. ഞാനായിട്ട് ശരണ്യോട് ഒന്നും പറഞ്ഞിട്ടില്ല, അവളെന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ അവളെ രോഹിത് ഉപദ്രവിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഷാജിച്ചേട്ടൻ ഇതൊക്കെ കേട്ടോണ്ടെങ്കിൽ നിൽക്കുക. മനസ്സിൽ കളങ്കമില്ലാത്തത് കൊണ്ട് അവളുള്ള കാര്യം തുറന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷേ നീ ശരണ്യമായി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ ചെറുക്കൻ എപ്പോഴും അകത്ത് കിടന്നേനെ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന ഷാജിച്ചേട്ടൻ പറയുമ്പം ജീവച്ഛവം പോലെ കിടന്നെടുത്തുന്ന അവൾ എഴുന്നേറ്റ് വന്നത് നിങ്ങൾ ആരും കണ്ടില്ലേ എന്ന് ചോദിച്ചു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം അവൾ തിരിച്ചു പിടിച്ചത് നിങ്ങളാരും കണ്ടില്ലേ എന്ന് ചോദിച്ചു. അവള് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നിങ്ങളാരും കണ്ടില്ലേ എന്ന് ചോദിച്ചു. അതിനുവേണ്ടി ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തതാണോ ഏറ്റവും വലിയ തെറ്റെന്ന് അലീന ചോദിക്കുക. കോടതിയിൽ അവൾ സത്യം പറഞ്ഞത് ഭയങ്കര തെറ്റായി പോയോന്ന് ചോദിച്ചു. അതൊന്നും എനിക്ക് വിഷയമല്ല, ആ കൊച്ചിന് നിന്നെ കാണുന്നത് വലിയ സമാധാന. കാണാതിരുന്നപ്പോൾ ആ കൊച്ചൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു നിന്നെ കാണണമെന്നു. അപ്പോൾ അതാ ഞാൻ അവിടെ വന്ന് ദേഷ്യപ്പെട്ടെ. പോട്ടെ സാരമില്ല, അത് വിട്ടേക്കാൻ പറയുവാണ് അദ്ദേഹമേ. അപ്പോൾ ഷാജിച്ചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി, അതല്ലേ ഞാൻ അപ്പം തന്നെ പോകുന്നതെന്നും അലീന പറയുക. എന്തായാലും നന്നായി, കണ്ടല്ലോ അവൾക്ക് സമാധാനമായല്ലോ. സന്തോഷമായെന്ന് അലീന പറഞ്ഞു. ഇങ്ങനെ അന്നേരം ഒന്ന് ചിരിച്ചു ഷാജി. ചില മനുഷ്യരെ കൊണ്ട് തോറ്റുപോകത്തേ ഉള്ളെന്ന് ഷാജിച്ചേട്ടൻ പറയാം. നല്ലത് ചെയ്താലും അത് പാരയായിട്ടേ വരത്തുള്ളന്നേ. എന്നാൽ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചു മനു. ആയിക്കോട്ടെ, ഇപ്പം ശരി, അമ്മയോട് അന്വേഷണം പറയണം കേട്ടോ, സമയമില്ലാത്തതുകൊണ്ടാണ് കയറാത്ത കേട്ടോ, പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോരുക. മനു അന്നേരം ഇടയ്ക്കിടയ്ക്ക് അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശരണ്യയ്ക്ക് സന്തോഷമായല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അവളെ എല്ലാവരും കൂടി ഒരുപാട് വിഷമിപ്പിച്ചു. പിന്നെ തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മയാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു മനു. എൻ്റെ അമ്മയൊക്കെ ടപ്പേന്നാണല്ലോ തീരുമാനം എടുക്കുന്നത്, ചെകിട്ടത്തടിക്കുന്നത് പോലെ അല്ല മനുവേട്ടാ, അതിൻ്റെ ഒച്ചയും ഏതാണ്ട് അങ്ങനെയല്ലേ ടപ്പേന്ന്. അവൻ നശിപ്പിച്ചു എന്നും പറഞ്ഞ് മനു അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അലീന അത് കേട്ടിങ്ങനെ ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുക. അത് കഴിഞ്ഞിട്ട് മനു അങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അലീനയോട് ഇറങ്ങാൻ പറഞ്ഞു. ഇവിടെ എന്താ മനുവേട്ടാന്ന് ചോദിച്ചു. നീ ഇറങ്ങാൻ പറഞ്ഞു. അലീന ഇറങ്ങി. എന്താ മനുവേട്ടാ നമ്മളിവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുക. അപ്പോൾ ദേ മനു ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോകണു. അപ്പോൾ മനു ഇങ്ങനെ എന്താ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക അലീനയോട്. അലീനയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് മനുവിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ ആരായിട്ട് വരും എന്ന് ചോദിച്ചു കേട്ടോ മനു അലീനയോട്. അപ്പോൾ അലീന ആരായിട്ട് വരുമെന്നാണ് മനുവേട്ടൻ ചോദിച്ചേ. അല്ല
അലീനയുടെ ആരായിട്ട് വരുമെന്ന്. എൻ്റെ ആൻറ്റി ആയിട്ട് വരും, ഇപ്പോഴും അത് അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഒരു മാറ്റം അതിൽ വരത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ എവിടേക്കാണ് പോണേന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി. ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അലീന ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ എന്തോ ഒരു ഹിഡൻ പ്ലാൻ മനസ്സിലുണ്ടല്ലോ എന്ന് അലീന ഇങ്ങനെ മനുവിനോട് പറയുമ്പോൾ, ഹിഡൻ പ്ലാനൊന്നുമില്ല അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തു പറഞ്ഞിട്ടുണ്ടെന്ന്? അത് നിന്നെ എനിക്ക് കെട്ടിച്ച് തരാമെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും അലീന അന്തം വിട്ടും മനുവിനെ ഇങ്ങനെ നോക്കുക. അച്ഛൻ പറഞ്ഞോ അങ്ങനെ എന്ന് ചോദിച്ചപ്പം മനുവിനൊരു ചിരി. മനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അലീന ഇങ്ങനെ ആകെ ചമ്മി നാണം കുണിങ്ങിയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. മനു നിനക്ക് വേണമെങ്കിൽ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് അലീന മനുവിനോട് ചോദിക്കുക. അപ്പോൾ പ്രകൃതിയുടെ നിയമമാണതെന്നും നമ്മളായിട്ടത് തെറ്റിക്കണോ എന്നും മനു അലീനയോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതാണോ ചിന്ത എപ്പോഴും എന്ന് അലീന ചോദിക്കുമ്പോൾ മനു അന്നേരവും ചിരിച്ചു. മനു വന്നിട്ട് ഇങ്ങനെ അലീനയോട് എന്തൊക്കെയോ പറയാനുണ്ട്, അതൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഇങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു, നിന്നെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്നു തുടങ്ങിയതെന്ന് പറഞ്ഞു. ഞാൻ നേരം അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നെ കണ്ടില്ലായിരുന്നെങ്കിലോ എന്ന് അലീന ചോദിച്ചു. ഇപ്പോൾ ഒരു മാരേജിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നും, എന്നെങ്കിലും ഒരിക്കലും ഒരു പെണ്ണ് കെട്ടേണ്ടി വന്നേക്കും, അന്ന് കെട്ടാം, അതായിരുന്നു എൻ്റെ വിചാരം മൊത്തം. പിന്നെ അപ്പം അലീന ഇങ്ങനെ പെട്ടെന്ന് എന്തോ ആലോചിച്ചു. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മാറ്റണ്ട എന്ന് അലീന മനുവിനോട് പറയുമ്പോൾ, ഇപ്പം അങ്ങനെ നിസ്സംഗതയോടെ ചിന്തിക്കാനേ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. നിന്നെ കാണുകയും അടുത്ത് പരിചയപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മാറ്റമൊക്കെ വന്നത് എന്ന് മനു അലീനയോട് പറയുമ്പോൾ, അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രാക്ഷസി അമ്മയെപ്പറ്റിയാണ് ചിന്ത വന്നത്. അലീന ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, തൻ്റെ കുറവുകളെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നു. അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. എന്താ ഞാൻ സംസാരിച്ചപ്പോൾ നീ മാറി നിന്നതെന്ന് മനു അലീനയുടെ അരികിൽ വന്ന് ചോദിക്കുക. അന്നേരം മനുവേട്ടാ, എനിക്ക് മനുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, അത് പക്ഷേ എവിടെ കൊണ്ടെന്ന് എത്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അലീന മനുവിനോട് പറയുക കേട്ടോ. 2 കാര്യങ്ങൾ മനുവേട്ടൻ ഓർക്കണം. ഞാൻ ഒന്നും ഇല്ലാത്തവളാണെന്നും ആരും ഇല്ലാത്തവളാണെന്നും, പിന്നെ അപ്പം ഞാൻ പറയട്ടെ എല്ലാവരോടും നീ ആരാണെന്ന്. അപ്പം എല്ലാവരും നിന്നെ അംഗീകരിക്കില്ലേ, മനസ്സിലാക്കില്ലേ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ട് മനുവിനെ നോക്കി. അത് പറയാൻ ഏറ്റവും അർഹതപ്പെട്ടയാൾ ഞാൻ തന്നെയാണ് എന്ന് അലീന മനുവിനോട് പറയുന്നേ. അത് കഴിഞ്ഞാൽ അച്ഛനാണെന്നും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞേ മനുവേട്ടന് പറയാൻ അവകാശമുള്ളൂ എന്നും മനു പറയുന്നു. മനുവിനോട് അലീന പറയുന്നു. അന്നേരം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആർക്ക് എന്നാ കിട്ടാനാണെന്ന് ചോദിച്ചു. എന്തായാലും ഒരു ദിവസം എല്ലാവരും എല്ലാം അറിയേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഞാനത് തുറന്നു പറയാൻ വേണ്ടി വന്നവളൊന്നും അല്ല മനുവേട്ടാ, ആരോടും ഒരിക്കലും പറയരുതെന്ന ബ്രിജിത്ത മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അലീന മനുവിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് ജോലികളൊക്കെ ബാക്കി കിടപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മനു ഇങ്ങനെ നോക്കുക. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല, മനസ്സ് തുറന്ന് കാണിച്ചില്ല എന്നൊന്നും ഒഴിവുകഴിവ് പറഞ്ഞേക്കരുതെന്നു പറയുമ്പം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് അലീന ഇങ്ങനെ മനുവിനോട് പറയുമ്പം ഒരു ചിരിയും ചിരിച്ച്, ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറുമെന്ന് നീ വിചാരിക്കണ്ട, എനിക്കിതൊരു ചലഞ്ചാണെന്ന് മനു അലീനയോട് പറയുന്നു. മനുവേട്ടൻ തോറ്റുപോയെങ്കിലോ എന്ന് അലീന ചോദിക്കുമ്പോൾ, എന്നെ തോപ്പിക്കാൻ വേണ്ടി നീ ജയിക്കോ എന്ന് മനു തിരിച്ച് അലീനയോടൊരു ചോദ്യം. അതോ നീ ജയിക്കാൻ വേണ്ടി എന്നെ തോപ്പിക്കുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അലീനയ്ക്കൊരു പുഞ്ചിരി, ഒന്ന് പുഞ്ചിരിച്ചിട്ട് മനുവിനെ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ തലയാട്ടി. അത് മതിയായിരുന്നു മനുവിന്. എന്തായാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്നു പറഞ്ഞ് അവർ വീട്ടിലേക്ക് ചെന്നു. ഈ സമയം അലീനയെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് മനു അങ്ങ് പോയി. അപ്പോൾ മനു എൻ്റെ മോളെ കയറാണ്ട് പോയെന്ന് ചോദിച്ചു. കയറുന്നില്ല എന്ന് പറഞ്ഞു. പരിഭവമാണോ? ഇല്ലച്ചാ. അപ്പോൾ ശരണ്യെ കണ്ടോ? ആ കണ്ടു അച്ഛാ, സംസാരിച്ചു. അവൾ ഭയങ്കര ടെൻഷനിലായിരുന്നു, അതിൻ്റെ കൂടെ നിരാഹാരവും. എന്തിനു വേണ്ടിയിട്ട്? അല്ല ഞാൻ ചെല്ലാഞ്ഞിട്ടേ ആ വീട്ടുകാരെ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ നീ പോകാതിരുന്നത്? ആണെന്നേ, അവർക്കെതിരെയാണ് നിരാഹാര സമരം.
ഒടുവിൽ വീട്ടുകാരാണ് ഷാജി ചേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നെ വിളിക്കാനായിട്ടേ. ഇപ്പം ശരണ്യ എന്നിട്ട് എന്നാ പറയുന്നു? പരാതിയാണോ അതോ എന്തെങ്കിലും ഡിമാൻഡും കാര്യങ്ങളൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പം അയ്യോ ഡിമാൻഡ്സ് ഒന്നുമില്ല. അവളും വീട്ടുകാരും ആകെ പതറി നിൽക്കുക. ഒരു വശത്തെ പാർട്ടിയുടെയും സമുദായത്തിൻ്റെയും വനിതാ സംഘടനയുടെയും ഒക്കെ നിർബന്ധം. ശരണ്യാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടതുപോലെയാണെന്നും. അതിനിപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും മോളെ? ഞാൻ പറഞ്ഞു അവളെ പഠിപ്പിച്ചോളാന്ന്. എന്ന് വെച്ചാൽ അപ്പോൾ അവൾ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതെന്തായാലും പഠിപ്പിക്കണം എന്ന് അലീന പറയാം. നീ വാക്ക് കൊടുത്തോ? ആ, ഞാൻ അവളോട് അങ്ങോട്ട് പറഞ്ഞതാ അച്ഛാ. ഇനി അവളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പം +2-നല്ലേ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അവളുടെ എക്സാം ഉടനെ ഉണ്ട്. അത് കഴിയുമ്പം അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്ത് പഠിക്കണമെന്നുള്ളത്. അവൾക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണമെന്ന് പറഞ്ഞാലോ അപ്പോൾ പഠിപ്പിക്കണം. കളക്ടർ ആകണമെന്ന് പറഞ്ഞാൽ അതിനും പഠിപ്പിക്കണമെന്ന് അലീന. ഇത് കേട്ടപ്പം നീ എന്ത് ധൈര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പൊക്കെ കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ അച്ഛാ, തൽക്കാലം എൻ്റെ ശമ്പളം മതി അവളെ പഠിപ്പിക്കാൻ, ബാക്കി എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാകുമെന്ന് അലീന പറയാം. എന്നാലും അച്ഛൻ സഹായിക്കണമെന്ന് പറയാൻ അവരിത് വെർവ് സമ്മതിക്കണല്ലോ. അയ്യോ അങ്ങനെയൊന്നും അല്ല അച്ഛാ, അച്ഛൻ്റെ സഹായം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാലോ അച്ഛാ. പക്ഷേ എത്ര നാള്? അവളുടെ പഠനം ചിലപ്പോൾ 3-4 ചിലപ്പോൾ അതിലധികം വർഷമോ നീണ്ടു പോയേക്കാം. അത്രയും കാലം ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. എന്തെല്ലാം സംഭവിക്കാം. ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്. എനിക്ക് എന്നെ മാത്രമല്ലേ ഉറപ്പായി ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചപ്പം അതൊക്കെ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വരാം. അപ്പം നീ ഇങ്ങനെയല്ല പറയേണ്ടത്. അച്ഛാ, നമുക്കൊരു 10-15 ലക്ഷം രൂപ ശരണ്യയുടെ പഠനത്തിന് വേണ്ടി നീക്കി വെക്കാം. പിന്നീട് ഒരു തടസ്സവും കൂടാതെ അവൾക്ക് പഠിപ്പ് തുടരാൻ പറ്റുമല്ലോ എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പം അലീന നോക്കുക. അങ്ങനെയല്ലേടി വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ എനിക്ക് അച്ഛനോട് അത്രയും പറയാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണെന്ന് അലീന. സോറി അച്ഛാന്ന് പറഞ്ഞപ്പം ശരി ശരി നമുക്ക് വേണ്ട പോലെ ചെയ്യാവെന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി പഠിച്ചൊരു ഉന്നത സ്ഥാനത്ത് എത്തിയാൽ നമുക്കല്ലേടി അതിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് അച്ഛൻ മോളോട് ചോദിക്കുക. അപ്പോൾ അതെ, നളീന ഇങ്ങനെ പറഞ്ഞു തലയാട്ടി. അങ്ങനെ അച്ഛനും മോളും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? ടാറ്റാ.